പരീക്ഷയ്ക്ക് ഉത്തരങ്ങൾക്ക് പകരം ജയ് ശ്രീറാം എന്ന് എഴുതിയതിന് വിദ്യാർത്ഥികൾക്ക് പാസ് മാർക്ക് നൽകി അധ്യാപകർ. ഉത്തർപ്രദേശിലെ സർക്കാർ സർവകലാശാലയായ ജോൺപൂരിലെ വീർ ബഹദൂർ സിംഗ് പൂർവാഞ്ചൽ യൂണിവേഴ്സിറ്റിയിലാണ് സംഭവം നടന്നത്. സംഭവത്തിൽ വിദ്യാർത്ഥികളുടെ പരാതിയിൽ നിന്ന് 2 പ്രൊഫസർമാരെ സർവകലാശാല അധികൃതർ സസ്പെൻഡ് ചെയ്തു. ഉത്തരകടലാസിൽ ജയ് ശ്രീറാം, ക്രിക്കറ്റ് താരങ്ങളുടെ പേരുകൾ എന്നിവ എഴുതിയാണ് വിദ്യാർത്ഥികൾ പരീക്ഷ വിജയിച്ചതെന്ന വെളിപ്പെടുത്തലിനെ തുടർന്നാണ് യുപിയിലെ സർവകലാശാലയിൽ 2 പ്രൊഫസർമാർക്കെതിരെ നടപടിയെടുത്തത്. വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടിയിലാണ് പരീക്ഷയിൽ നടന്ന ക്രമക്കേട് പുറത്തുവന്നത്. 1ാം വർഷ ഫാർമസി കോഴ്സ് വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസ് പുനർമൂല്യനിർണ്ണയം നടത്തണമെന്നാവശ്യപ്പെട്ട് വീർ ബഹദൂർ സിംഗ് പൂർവാഞ്ചൽ യൂണിവേഴ്സിറ്റിയിലെ പൂർവ്വ വിദ്യാർത്ഥിയായ ദിവാൻഷു സിംഗ് വിവരാവകാശ അപേക്ഷ നൽകിയതോടെയാണ് സംഭവം പുറത്തറിയുന്നത്. പ്രൊഫസർമാരായ വിനയ് വർമ്മയും ആശിഷ് ഗുപ്തയും വിദ്യാർത്ഥികളെ വിജയിപ്പിക്കാൻ കൈക്കൂലി വാങ്ങിയെന്ന് ദിവാൻഷു സിംഗ് ആരോപിച്ചു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സത്യവാങ്മൂലത്തോടൊപ്പം സർവകലാശാലയ്ക്കും സംസ്ഥാന ഗവർണർക്കും തെളിവുകളടക്കം പരാതി നൽകിയിരുന്നു. ഇതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഉത്തരക്കടലാസിൽ ജയ് ശ്രീറാം മുദ്രാവാക്യങ്ങളും രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി തുടങ്ങിയ ക്രിക്കറ്റ് താരങ്ങളുടെ പേരുകളും എഴുതിയ വിദ്യാർത്ഥികൾ വിജയിച്ചതായി കണ്ടെത്തിയത്. 50% മാർക്കും ഇവർക്ക് നൽകി. സർവകലാശാല അഡ്മിനിസ്ട്രേഷൻ നിയോഗിച്ച അന്വേഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ സൂക്ഷ്മ പരിശോധനയിലാണ് ക്രമക്കേടുകൾ നടന്നതായി കണ്ടെത്തിയത്. സസ്പെൻഷന് പുറമെ പ്രൊഫസർമാരെ പിരിച്ചുവിടാനുള്ള ശുപാർശ നൽകിയതായും വൈസ് ചാൻസലർ വന്ദന സിംഗ് പറഞ്ഞു. കുറ്റവാളികളിൽ ഒരാളായ വിനയ് വർമ്മയുടെ പേരിൽ പരീക്ഷാ ക്രമക്കേടിന് നേരത്തെയും കേസ് നിലവിലുണ്ട്. ഇതേ തുടർന്ന് ഭരണ ചുമതലകളിൽ നിന്ന് ഇയാളെ നീക്കം ചെയ്യുകയും ചെയ്തിരുന്നു. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.